ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ 30ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 29ാമത്തെ സെഷനിൽ ഈ 5ാമത്തെ മോഡ്യൂളായിട്ടുള്ള ലീഡർഷിപ്പിൽ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പാണ് നമ്മൾ കണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം വരുന്നത് മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പ്. മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ എംപ്ലോയീസിനെ യൂട്ടിലൈസ് ചെയ്യുക അവരെ. ആ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് മാനിപ്പുലേറ്റീവ്. ഈ മാനിപ്പുലേറ്റീവ് ലീഡർ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തി ആളുടെ എംപ്ലോയീസിൻ്റെ സകലമാന അവരുടെ കഴിവുകളും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരെ മാക്സിമം പണിയെടുപ്പിക്കുക ചെയ്യുന്നത്. ആൾക്കറിയാം ഈ പറയുന്ന എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതൊക്കെ മുഴുവനായിട്ട് ആളൊരിക്കലും ഫുൾഫിൽ ചെയ്ത് കൊടുക്കാറില്ല. അതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഫുൾഫിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് എംപ്ലോയീസിനെല്ലാം ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിനെ ഭയങ്കര വെറുപ്പായിരിക്കും. അതാണ് മാനിപ്പുലേറ്റീവ് ലീഡർഷിപ്പ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പാരൻ്റലിസ്റ്റിക് ലീഡർഷിപ്പ്. അതായത് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള എംപ്ലോയീസ് നല്ല രീതിയിൽ ജോലി ചെയ്യും, ഹാർഡായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പാരൻ്റലിസ്റ്റിക് ലീഡർഷിപ്പ് ഫോം ചെയ്യുന്നത്. ശരിക്കും ആ ലീഡർക്ക്, എംപ്ലോയീസിൻ്റെ സുപ്പീരിയർക്ക് ഒരു ഫാദർലി ആറ്റിറ്റ്യൂഡാണ് ആളുടെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ഉണ്ടാവുക. അപ്പോൾ അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ പാരൻ്റലിസ്റ്റിക് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ എംപ്ലോയീസ്, ലീഡറും എല്ലാം ഒരു ഫാമിലി പോലെ ആയിരിക്കും കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പേർട്ട് ലീഡർഷിപ്പ്. ഇപ്പോഴത്തെ മോഡേൺ ഓർഗനൈസേഷനിൽ ഒരുപാട് കോംപ്ലക്സ് സ്ട്രക്ചറിലൊക്കെ ഈ രീതിയിലുള്ള എക്സ്പേർട്ട് ലീഡർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ലീഡർഷിപ്പിലുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള എബിലിറ്റീസ്, നോളേജ്, കോമ്പിറ്റൻസ് എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഏതൊരു സിറ്റുവേഷനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതാണ് എക്സ്പേർട്ട് ലീഡർഷിപ്പ്. അപ്പോൾ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഭയങ്കര ഒരു റിലീവ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടാവും. ഓക്കെ, സോ അവർക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മൾ ഒരു നല്ല എക്സ്പേർട്ടിന് കീഴിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സിറ്റുവേഷൻ, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് പ്രോബ്ലംസ് വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാവും. ഇപ്പോഴത്തെ മോഡേൺ ഓർഗനൈസേഷനിൽ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് സ്കിൽസ്, നോളേജ്, കോമ്പീറ്റൻസ് ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ വളരെ വേരി ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഡിറ്റർമിനേഷൻ, ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിനേഷൻ, ഇതെല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈ പറയുന്ന എംപ്ലോയീസ് എല്ലാം അവരുടെ ബിഹേവിയർ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ്, ഔട്ട്ലുക്കൊക്കെ ഉള്ള ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലീഡേഴ്സ് ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സൊക്കെ ശരിക്കും മനസ്സിലാക്കി അവരുടെ എംപ്ലോയീസിന് ഉചിതമായിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് അവർ ഫോം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ലീഡർഷിപ്പ് സ്കിൽസിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് തിയറീസും പ്രാക്ടീസസും നമ്മുടെ ലീഡറിന് വേണ്ട സ്കിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം സ്കിൽസ് ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് സ്കിൽസ് ഉണ്ട്. കൾച്ചറൽ ഫ്ലെക്സിബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റിവിറ്റി, സെൽഫ് മാനേജ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സ്കിൽസ് പറയുന്നുണ്ടെങ്കിലും ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ട് വെറ്റേൺ ആൻഡ് കാമറോൺ എന്ന് പറഞ്ഞ 2 ഓതേഴ്സ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ചില സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്കിൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ സ്കിൽ മോഡൽ, പിന്നെ സെൽഫ് അവയർനെസ്സിൽ അവർ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ എത്രത്തോളം ഇൻവോൾവ് ആവുന്നുണ്ട്, എത്രത്തോളം സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്, എത്രത്തോളം ക്രിയേറ്റീവായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അവരുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ അവരുടെ പവർ ഗെയിനിങ് ആയിട്ടുള്ള സ്കിൽസ്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കിൽസും, അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സ് മാനേജ് ചെയ്യാനുള്ള സ്കിൽസ്, ഇതൊക്കെ വളരെ കോംപ്രിഹെൻസീവായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളതുമാണ് നമ്മുടെ ലീഡേഴ്സിന് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മുടെ ലീഡേഴ്സിന് ശരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ ബിഹേവിയർ ടെക്നിക്സ് പലതും യൂസ് ചെയ്യാം. ഇപ്പോൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്, ജോബ് ഡിസൈന്, ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ബിഹേവിയർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളുടെ നല്ല ഒരു സക്സസ്ഫുൾ ലീഡറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ക്വാളിറ്റീസാണ് ഇവിടെ പറയുന്നത്. ഇൻ്റലിജൻസ്, മെച്യൂരിറ്റി, സൗണ്ട് ഫിസിക്, നല്ല ഹെൽത്തി പേഴ്സൺ ആയിരിക്കണം, സെൽഫ് കോൺഫിഡൻസ്, ഒബ്ജക്റ്റിവിറ്റി, എംപത്തി, ഫോർസൈറ്റഡ്നെസ് ആൻഡ് വിഷൻ, ഡിസിസീവ്നെസ്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെയുള്ള 10 ക്വാളിറ്റീസാണ് നല്ലൊരു സക്സസ്ഫുൾ ലീഡറിന് ഉണ്ടാവേണ്ടത്. ഇനി എപ്പോഴും ജനറലായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതാണ് ഞാൻ ഇത് അഡീഷണൽ ആയിട്ട് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാനേജർ ആൻഡ് എ ലീഡർ? ഇപ്പോൾ ഒരു മാനേജർ എന്ന് പറയുന്നത് അയാളുടെ പൊസിഷൻ കൊണ്ട് ഫോം ചെയ്യുന്നതാണ് മാനേജർ. പക്ഷേ ലീഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ക്വാളിറ്റി കൊണ്ട് ഫോം ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ മാനേജർക്ക് ഓർഗനൈസേഷനിൽ ഫോർമലായിട്ടുള്ള റൈറ്റ്സും സ്റ്റാറ്റസുമാണുള്ളത്. പക്ഷേ നമ്മുടെ ലീഡർക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് റൈറ്റ്സ് ഒന്നും ഇല്ല. ഇനി നമ്മളുടെ മാനേജർക്ക് സബോർഡിനേറ്റ്സ് എല്ലാം അയാളുടെ ഫോളോവേഴ്സാണ്. മാനേജർ സുപ്പീരിയർ ആണല്ലോ. അതേസമയം ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലെ ലീഡറായിരിക്കും, ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ് അയാളുടെ ഫോളോവേഴ്സ്. ഇനി നമ്മുടെ മാനേജർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും, മെയിനായിട്ടുള്ള 5 ഫങ്ഷൻസും ആൾ പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ലീഡർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിലെ ലീഡറാണെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഗ്രൂപ്പിൻ്റെ ഒബ്ജക്റ്റീവ്സിനുള്ള ഫങ്ഷൻസാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഒരു ഓർഗനൈസേഷന് എപ്പോഴും മാനേജർ വളരെ എസെൻഷ്യലാണ്. അതേസമയം നമ്മുടെ ലീഡറും വളരെ എസെൻഷ്യലാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ എല്ലാ ആൾക്കാരും തമ്മിൽ നല്ലൊരു കോർഡിയൽ റിലേഷൻ ഫോം ചെയ്യണമെങ്കിൽ ലീഡർ ആവശ്യമാണ്. നമ്മുടെ മാനേജർ എന്ന് പറയുന്നത് കുറേ കൂടി സ്റ്റേബിളാണ്, ലീഡർ അത്ര സ്റ്റേബിൾ അല്ല, ടെമ്പററിയാണ്. എല്ലാ മാനേജേഴ്സും ലീഡേഴ്സ് ആയിരിക്കണം, പക്ഷേ എല്ലാ ലീഡേഴ്സും മാനേജർ ആവണം എന്ന് നിർബന്ധമില്ല. പിന്നെ ഈ മാനേജർക്ക് അയാൾ സ്വന്തമായി ചെയ്യുന്ന അയാളുടെ സ്വന്തം ബിഹേവിയറും പെർഫോമൻസും അയാളുടെ സബോർഡിനേറ്റ്സിൻ്റെ ബിഹേവിയറും പെർഫോമൻസിന് ഇതിനെല്ലാം ആൾ അക്കൗണ്ടബിളാണ്. പക്ഷേ ലീഡർക്ക് അങ്ങനത്തെ ഒരു അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല. ഇപ്പോൾ ഒരു സബോർഡിനേറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് നമ്മുടെ മാനേജറും ഉത്തരവാദിയാണ്. പക്ഷേ ലീഡർക്ക് അങ്ങനെ അക്കൗണ്ടബിലിറ്റി ഇല്ല. പിന്നെ ഓർഗനൈസേഷൻ ഗോൾസ് എപ്പോഴും നമ്മുടെ മാനേജറുടെ ഒരു കൺസേൺ ആണ്. പക്ഷേ ലീഡറിൻ്റെ കൺസേൺ എപ്പോഴും ഗ്രൂപ്പിൻ്റെ ഗോൾസാണ്, അതുപോലെ മെമ്പേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ ഈ പറയുന്ന മാനേജേഴ്സിനെ അയാളുടെ സബോർഡിനേറ്റ്സ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം കൊണ്ടാണ് മാനേജേഴ്സിനെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ലീഡേഴ്സ് അങ്ങനെയല്ല. ലീഡേഴ്സിനെ ആളുടെ ഫോളോവേഴ്സ് വോളണ്ടറി ബേസിലാണ്, പെട്ടെന്നായിരിക്കും ഒരു ആവശ്യം വരുമ്പോൾ ആ സമയത്താണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മാനേജർ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും അയാളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനായിട്ട്, അതിലൂടെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്. പക്ഷേ ലീഡർ എപ്പോഴും ആളുടെ ഒരു പൊസിഷൻ, ആളുടെ ഡേ ടു ഡേ അയാളുടെ ഫോളോവേഴ്സ് എങ്ങനെ വിഷ് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നിലകൊള്ളുന്നത്. ഇനി മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കമാൻഡ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സാങ്ഷൻസ്, അത് അലൊക്കേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മുടെ ലീഡർ എങ്ങനെയാണ്, ആ ലീഡർ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ടാസ്ക് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും സാങ്ഷൻ ചെയ്ത് കൊടുക്കുക. അത് മിക്കവാറും ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ, പക്ഷേ മാനേജർ സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് മാനേജേഴ്സും ലീഡേഴ്സ് തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ മെയിനായിട്ടും മോട്ടിവേഷൻ തിയറീസും ലീഡർഷിപ്പ് തിയറീസാണ് പഠിക്കാനുള്ളത്. ഇത് രണ്ടും പഠിച്ചാൽ തന്നെ 15 മാർക്ക് നിങ്ങളുടെ OB എക്സാമിന് ഉറപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്സേ ആയിട്ട് വരും എപ്പോഴും. കാരണം 2 തിയറീസേ ഉള്ളൂ, മോട്ടിവേഷൻ തിയറീസും ഉണ്ട്, ലീഡർഷിപ്പ് തിയറീസും ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ലീഡർഷിപ്പ് തിയറി, ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, സോ
പല ബിഹേവിയറിസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരുപാട് റിസർച്ചൊക്കെ നടത്തിയിട്ട് അതിലൂടെയാണ് ഈ പറയുന്ന ലീഡർഷിപ്പിൻ്റെ തിയറീസ് പലതും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു തിയറീസിലൂടെ നമുക്ക് നമ്മുടെ ലീഡർഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളൊരു അപ്രോച്ചാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. മെയിനായിട്ട് നമുക്ക് 4 തരത്തിലുള്ള തിയറീസ് ഓഫ് ലീഡർഷിപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ലീഡർഷിപ്പ് തിയറീസും ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം വരുന്നത് ട്രെയ്റ്റ് തിയറി എന്നാണ്. ട്രെയ്റ്റ് എന്ന് വെച്ചാൽ ഗുണങ്ങൾ. അതായത് ലീഡറിന്, ഓരോ ലീഡേഴ്സിനും അവരുടേതായിട്ടുള്ള ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഈ ലീഡർഷിപ്പ് പഠിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയെയും അയാളുടെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും വ്യക്തിപരമായിട്ടും അനലൈസ് ചെയ്യുമ്പോൾ അതിലൊക്കെ ചില പ്രത്യേക ഗുണങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഗുണങ്ങളാണ് ആളെ നല്ലൊരു സ്ട്രോങ് ലീഡറാക്കി മാറ്റുന്നതെന്നാണ് ട്രെയ്റ്റ് തിയറി പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആ ട്രെയ്റ്റ്, ചില സെറ്റ് ഓഫ് ട്രെയ്റ്റ്സ് ഒരു ലീഡറിൽ നിന്നും വേറൊരു ലീഡറിൽ വ്യത്യാസമായിരിക്കും. ഒരു ലീഡറിൽ നിന്നും നോൺ ലീഡർക്ക് ആ ട്രെയ്റ്റ്സ്, ആ ഗുണങ്ങൾ ഉണ്ടാവില്ല, ലീഡർക്ക് ആ ഗുണങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ലീഡർഷിപ്പ് ട്രെയ്റ്റ്സ്, ചില ലീഡർഷിപ്പായിട്ടുള്ള ഗുണങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് ഇൻ്റലിജൻസ്. ഓക്കെ, പിന്നെ അസർട്ടീവ്നെസ്, അതായത് ദൃഢനിശ്ചയം, പിന്നെ ഹൈറ്റ്, കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, എന്ത് കാര്യത്തിലും ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള മെൻറ്റാലിറ്റി, അതുപോലെ ഇൻ്റർപേഴ്സണൽ റിലേഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഇതൊക്കെ പല ഗുണങ്ങളായിട്ട് നമുക്ക് പല ലീഡേഴ്സിലെ ലീഡർഷിപ്പ് ബിഹേവിയറിൽ കാണാനായിട്ട് പറ്റും. ഇത് നമ്മളുടെ ലീഡർഷിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലീഡർഷിപ്പിൻ്റെ ഇങ്ങനത്തെ ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അയാൾ ഒരു ലീഡർ എന്ന നിലയ്ക്ക് അയാൾക്ക് ആ ലീഡർഷിപ്പ് നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലീഡർഷിപ്പിൻ്റെ ട്രെയ്റ്റ്സ് എല്ലാ ആൾക്കാരിലും കാണുന്നില്ല. എല്ലാ ആൾക്കാരിലും ഇങ്ങനത്തെ ക്വാളിറ്റീസ് കാണുന്നില്ല. ചില ആൾക്കാരിൽ മാത്രമേ ഈ ക്വാളിറ്റീസ് കാണുന്നുള്ളൂ. അവർ നല്ല പൊട്ടൻഷ്യൽ ലീഡേഴ്സായിട്ട് മാറുന്നു. ഈ തിയറിയുടെ വീക്ക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലീഡേഴ്സിൽ കാണപ്പെടുന്നു എന്ന് പറയുന്ന ഗുണങ്ങൾ എല്ലാം ഐഡൻറ്റിക്കൽ അല്ല, ഒരുപോലെയല്ല. അപ്പോൾ ലീഡറിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സാണ് ഇതെന്നുള്ള രീതിയിൽ നമുക്കത് ഊന്നി പറയാനും പറ്റില്ല. അതുമാത്രമല്ല, ഈ ലീഡർഷിപ്പിൽ കാണുന്ന, ലീഡേഴ്സിൽ കാണുന്ന ലീഡർഷിപ്പിൻ്റെ ഗുണങ്ങൾ ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് നമുക്ക് സ്വായത്തമാക്കി എടുക്കാം. നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ സ്വായത്തമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഗുണങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നല്ല സക്സസ്ഫുൾ ലീഡർ എന്നുള്ള രീതിയിൽ പറയാനും പറ്റില്ല. കാരണം ഗുണങ്ങൾ കൂടാതെ വേറെയും കാര്യങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഒരിക്കലും ഈ ട്രെയ്റ്റ് നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഒരു ഫെയിലിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ട്രെയ്റ്റ് വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലീഡറിൽ എക്സിബിറ്റ് ആവുന്ന, ലീഡറിൽ കാണുന്ന പല ഗുണങ്ങളും തീർച്ചയായിട്ടും ഫോളോവേഴ്സിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നിയേക്കാം എന്തുകൊണ്ട് ഈ ഫോളോവേഴ്സ് ലീഡേഴ്സ് ആയിക്കൂടാ എന്ന്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന ഗുണങ്ങൾ, ട്രെയ്റ്റ്സ് നല്ലൊരു അബ്സല്യൂട്ട് ടേമിൽ ഡിഫൈൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് മാത്രമല്ല, നമ്മുടെ ഈ ട്രെയ്റ്റ് തിയറിക്ക് ശരിക്കും നമ്മുടെ ലീഡർഷിപ്പിനെ കറക്റ്റായിട്ട് പൂർണ്ണമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൺക്ലൂസീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനോ പറ്റാതെ വരുന്നുണ്ട്. ഇതാണ് ട്രെയ്റ്റ് തിയറി.